വോട്ടിംഗ് യന്ത്രം സംബന്ധിച്ച വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച പരാതി ഉന്നയിച്ച് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് ടിക്കാറാം മീണ പറഞ്ഞു. റൂൾ 49 IPC 177 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുക്കും. ഞങ്ങളുടെ പ്രതിനിധി സനൂപുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസാരിക്കുന്നു. വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ച് ചില പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ ചിലത് വ്യാജമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു എബിൻ എന്ന ഒരാൾ അറസ്റ്റിലുമായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മളോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പ്രതികരിക്കുകയാണ്. സാർ, ചില പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ട് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച്. പക്ഷേ ചിലതൊക്കെ വ്യാജമാണെന്ന് തെളിയുകയും തിരുവനന്തപുരത്ത് ഒരാൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൽ ഇനിയൊരു തുടർ നടപടി ഉണ്ടാകുന്നത്? ഈ വ്യാജ പരാതികളുമായി ആൾക്കാരെ മുന്നോട്ട് വരുമ്പോൾ ഇത് ഇലക്ഷൻ പ്രക്രിയയെ തടസ്സമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് എല്ലാവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ദയവായി ഇങ്ങനെയുള്ള വ്യാജ പരാതികൾ ഒഴിവാക്കണം. കാരണം നമ്മുടെ സ്മൂത്ത് ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ, വോട്ടിംഗ് പ്രക്രിയ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ആരെങ്കിലും വ്യാജ പരാതി പറയേണ്ടതില്ല. കാരണം വ്യാജ പരാതി പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവർക്ക് മനസ്സിലാക്കണം. ഉള്ളിലെ ഒരു വോട്ടർക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അവകാശമാണ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി. ചലഞ്ച് ചെയ്യുമ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടെ അത് ചലഞ്ച് ചെയ്യണം. കാരണം ഞാൻ നിങ്ങളോട് റൂൾ വന്ന് പറയാം. ഞാൻ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിങ്ങിൽ അവരുടെ പരിശീലനം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിരുന്നു. ദാറ്റ് ദിസ് ടൈം ഇലക്ഷൻ കമ്മീഷൻ ഒരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ 49MA എന്നുള്ള റൂളാണ്. ഈ റൂൾ അനുസരിച്ച് ആളെ ഈ പരാതി ഉന്നയിക്കുമ്പോൾ ഒരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടതാണ് എല്ലാവരുടെ സാന്നിധ്യത്തിൽ. അവർക്ക് ഒരു ടേസ്റ്റ് വോട്ട് കൊടുക്കാനുള്ള അവസരം കിട്ടും. പക്ഷേ ഈ ടേസ്റ്റ് വോട്ട് ചെയ്യുന്നതിന് മുൻപ് പ്രിസൈഡിംഗ് ഓഫീസർ അയാളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഈ ചലഞ്ച് തെറ്റായിട്ട് തെളിഞ്ഞാൽ നിങ്ങൾക്ക് എതിരായിട്ട് നിയമപ്രകാരം നടപടി വരും, അതിൽ തയ്യാറുണ്ടോ നിങ്ങൾ എന്ന് ചോദിക്കാറുണ്ട്, അവസരം കൊടുക്കാറുണ്ട്. അപ്പോൾ പുള്ളി ഈ ഡിക്ലറേഷനാണ് കൊടുക്കുന്നത്. ഈ ഡിക്ലറേഷൻ അതിലെ സെക്ഷൻ 177 ഓഫ് ദി IPC ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശിക്ഷ വാങ്ങിക്കാൻ തയ്യാറാണ് എന്നാണ് ഈ ഡിക്ലറേഷൻ. അപ്പോൾ തെളിയിച്ചില്ലെങ്കിൽ ശിക്ഷ തീർച്ചയായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യും. കാരണം പ്രിസൈഡിംഗ് ഓഫീസർ അയാളെ പോലീസിലേക്ക് ഏൽപ്പിക്കും. കാരണം ഹാഫ് ആൻ അവർ തടസ്സപ്പെടുന്നുണ്ട് ആ പ്രക്രിയ. ഈ പ്രക്രിയ ചെയ്യുമ്പോൾ അവിടെ പോളിംഗ് നടക്കില്ല. ആ സമയത്താണ് ഇയാൾക്ക് ഇത്രയും ഒരു അവസരം കൊടുത്തിട്ട് ഇത് ചെയ്ത്. അപ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടെ ഈ പരാതി ഉന്നയിക്കേണ്ടതാണ്. കാരണം ഒരുപാട് ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ഒരാൾ പരാതി ഉന്നയിച്ചതുകൊണ്ട് ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യാൻ പെട്ടെന്ന് സമയം കിട്ടില്ല. ഹാഫ് ആൻ അവർ ചിലപ്പോൾ 1 മണിക്കൂർ ഇതിൽ തടസ്സപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ശിക്ഷ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഉത്തരവാദിത്വത്തോട് പരാതി ഉന്നയിക്കാം. പക്ഷേ പരാതി തെളിയിച്ചില്ലെങ്കിൽ അത് ശിക്ഷ തീർച്ചയായിട്ടും ഇതിൽ വരും. ഇത്തരത്തിൽ പരാതി ഉന്നയിക്കുന്നവർക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കർശനമായിട്ടുള്ള നടപടി, അവർക്കെതിരെ കേസ് തന്നെ എടുക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ക്യാമറമാൻ സനോഷിനോടൊപ്പം RB സനു, മീഡിയ 1.